പരിശോധനയിന് ജനങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരാൻ പോകണം. അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തെറ്റുകൾ കണ്ടാൽ, ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ച ആളിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം, ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിലൂടെ നമ്മൾ വാട്സാപ്പ് സെൻഡ് ചെയ്യുന്ന ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഉദ്യോഗസ്ഥന്മാർ ആ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാമല്ലോ, ആ നമ്പരോട് കാണത്തക്ക രീതിയിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക. അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുക. 2 ബസ്സുകൾ പ്രൈവറ്റ് ബസ് KSRTC ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ശരി 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുക. അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം. അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും, വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും, വേറെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളുടെ മുമ്പിൽ. അതുപോലെ ലൈൻ ട്രാഫിക് തെറ്റിക്കുക. ഒരു സ്കൂട്ടറിന് പോകാൻ സൈഡിൽ കൂടെ പോയാൽ മതി. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന വഴി, ആ വഴിയിൽ വാളയാർ വരെ 4 വരി പാതയുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് വലിയ ലോറികൾ വലതുവശം കയറി പോകാൻ, ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നു. ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തൂടെ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ നിർബന്ധമായി ഞാൻ പറയുന്നു ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ്. എല്ലാവരും വലിയ വണ്ടികൾ, സ്ലോ ആയി പോകുന്ന വണ്ടികളെ ഇടത്തേറ്റം പോവുക, ബൈക്കും സ്കൂട്ടറും ഇടതുവശത്തൂടെ പോവുക. റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ്. അവിടെ അനുവദനീയമായ, ആ റോഡിൽ അനുവദനീയമായ റേറ്റ്, ഹൈവേയിൽ കേരളത്തിൽ 100 കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത്. മറ്റു റോഡ് MC റോഡിൽ മറ്റു റോഡുകളിലും 90 കിലോമീറ്ററാണ്. ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം. ആ ലിമിറ്റുള്ള യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ വലതുവശത്തുകൂടി പോകുന്ന ലോറികൾ, ഒരുപാട് വണ്ടികൾക്ക് ഫൈൻ അടിച്ചു, ബോധവൽക്കരണം നടത്തി. പക്ഷേ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഈ ആപ്പ് വരുന്നതോടെ നിങ്ങൾക്ക് കാണാം വലതുവശത്തൂടെ സൈഡ് തരാതെ കയറി പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും. ഇത് അവസാനിപ്പിച്ചേ വരും. നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ, നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ്, ഞാൻ ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ, ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങും. അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല, സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാങ്ങും. പിടിച്ചാൽ വലിയ കുറ്റകൃത്യമാണ്. നിങ്ങൾ കഴിച്ച ഡ്രഗ്സ് എന്താണെന്ന് ഈ മെഷീൻ പറയും. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ്, ഏത് മാരകമായ മയക്കുമരുന്നാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെന്ന് കണ്ടെടുത്താൻ കഴിയുന്ന മെഷീൻ വന്നിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. അത് മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം, നിങ്ങൾ അപകടം ഉണ്ടാക്കില്ല, പക്ഷേ എതിരെ വരുന്ന ആൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി കൊണ്ട് വേണം വണ്ടി ഓടിക്കാനെന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്, പക്ഷേ എതിരെ വരുന്ന ആൾ റോങ് ആകാനും ആ വണ്ടി നമ്മളെ അപകടത്തിൽപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ. LKG മുതലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ ഗ്രാഫിക്സിൽ അനിമേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ തയ്യാറാവുകയാണ്. എത്രയും പെട്ടെന്ന് അത് കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിലും സ്കൂളുകളുടെ ഡിജിറ്റൽ ക്ലാസ് മുറികളൊക്കെ കാണാനുള്ള, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലൂടെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഗ്രാഫിക്സിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗ്രാഫിക്സ് കഥാപാത്രത്തെ ഉണ്ടാക്കി ഒരു കാർട്ടൂൺ കാണുന്ന പോലെ ഈ റോഡ് നിയമങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അടുത്ത ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടിയാകുമ്പോഴത്തേക്ക് സൈക്കിളിലൊക്കെ പോകുന്ന സൈസാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഏതായാലും 18 വയസ്സിൽ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും അതറിയിക്കും. അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. കാരണം ബോധവൽക്കരണം കുഞ്ഞു പ്രായത്തിൽ തുടങ്ങണം എന്നാണ്. മറ്റ് രാജ്യങ്ങളിൽ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ ചെറിയ ക്ലാസ്സിൽ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ്. ചൂയിങ്കം ചവച്ച് റോഡിലിട്ടാൽ ഇത്ര രൂപ ഫൈൻ, കോള കുടിച്ചിട്ട് ടിന്ന് വലിച്ചെറിഞ്ഞാൽ ഇത്ര രൂപ ഫൈൻ. ഇത് കുഞ്ഞുങ്ങളുടെ സ്കൂൾ യൂണിഫോമിൽ തന്നെ പതിപ്പിച്ചിരിക്കുകയാണ് സിംഗപ്പൂരിൽ. അപ്പോൾ പരസ്പരം കാണുമ്പോൾ ഇത് പഠിക്കും, അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ബോധ്യം കുഞ്ഞു മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ട്രാഫിക് ബോധവൽക്കരണം LKG മുതലാണ്. കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുപ്പിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വീഡിയോ തയ്യാറാക്കും. ഒരു വണ്ടി ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കുന്നുള്ളതിൻ്റെ വീഡിയോ വരെ ഉണ്ടാവും. 18 വയസ്സിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആ വണ്ടിയുടെ എന്താണ് ഗിയർ എങ്ങനെ ഉപയോഗിക്കണം, ക്ലച്ച് എങ്ങനെ ചവിട്ടണം, ബ്രേക്ക് എങ്ങനെ ചവിട്ടണം, ഇതെല്ലാം എല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ തയ്യാറാവുകയാണ്.
വലിയ കുറ്റകൃത്യമാണ്. ഒരു കാര്യം പറയാം, സ്പീഡ് ഗവർണർ ആരെങ്കിലും ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡ്രൈവ് കഴിഞ്ഞു, ഒരു ഡ്രൈവിൽ നമ്മൾ നോക്കിയപ്പോൾ മിക്കവാറും 90-95% വണ്ടിയിലും ഈ ടിപ്പർ ലോറികൾ സ്പീഡ് ഗവർണർ ഊരിയിടുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുക. ഞാൻ അങ്ങനെ ചെയ്യുന്നവർ കർശനമായ നടപടിയെടുക്കും. അതുമാത്രമല്ല, ഈ ഊരിയിടുന്നതിനല്ലാതെ അത് പഴയ മോഡലിലാണ് ഇത് കട്ട് ചെയ്തിരുന്നത്. അതിന് പകരം പുതിയ മോഡലുകളിൽ ടൈമിംഗ് മാറ്റി കൊടുക്കുക, സ്പീഡ് ഒരു പ്രത്യേക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലൂടെ മാറ്റി ആ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഡീലർ അത് വെച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീലറുടെ ഡീലർഷിപ്പ് പോകും. ഒരു സംശയം വേണ്ട. ഡീലറുടെ പണി അതല്ല. നിയമലംഘനം നടത്താൻ ഡീലർ കൂട്ടുന്നാൽ ഡീലറുടെ ഡീലർഷിപ്പ് പോകും. ഒരു ശുപാർശയും സ്വീകരിക്കത്തില്ല. ഇത്ര വലിയ ആളായാലും സ്വീകരിക്കത്തില്ല. അത് പാടില്ല. മറിച്ച് ഏതെങ്കിലും വ്യാജ സോഫ്റ്റ്വെയറുമായി വന്ന് ഇത് മാറ്റിത്തരുന്നുണ്ടെങ്കിൽ ഇത് അവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. കാരണം നിയമലംഘനത്തിന് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. വ്യാജ സോഫ്റ്റ്വെയറിലൂടെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കപ്പെടും. ഒരു സംശയമില്ല. പിടിക്കാൻ ഞങ്ങൾക്ക് വളരെ ഈസിയാണ്. കണ്ടാലറിയാം. കമ്പനിക്കാർ ചെയ്തിട്ടുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് പിടിച്ചാൽ ക്രിമിനൽ കേസായിരിക്കും.